US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ തിടുക്കം കാണിച്ചതിന്റെ കാരണം ചൈനയുടെ കൈവശമുള്ള അപൂർവ ലോഹധാതുക്കളായ ഇട്രിയം, സ്കാൻഡ്രിയം എന്നിവയാണ്. ചൈനയാണ് ലോകത്തിലെ അപൂർവ ധാതുക്കളുടെ 70% കൈവശം വെച്ചിരിക്കുന്നത്. ഇവയുടെ ഖനനവും ശുദ്ധീകരണവും ചൈനയിൽ വെച്ചാണ് നടക്കുന്നത്. ശുദ്ധീകരിച്ച രൂപത്തിലാണ് ചൈന ഈ ധാതുക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ US ചൈനയിൽ നിന്ന് 3.96 ലക്ഷം കിലോഗ്രാം അപൂർവ ധാതുക്കളാണ് ഇറക്കുമതി ചെയ്തത്. ഇതിൽ 99.6% ഇട്രിയവും സ്കാൻഡിയവുമാണുള്ളത്. $2182 കോടി ഇടപാടായിരുന്നു ഇത്. ഇട്രിയം, സ്കാൻഡിയം എന്നിവയ്ക്ക് USന്റെ വിവിധ സാങ്കേതിക വിദ്യാ പ്രയോഗങ്ങളിൽ 2 അപൂർവ ധാതുക്കൾക്കും നിർണായക പങ്കുണ്ട്. ഹരിതോർജ്ജം മുതൽ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വരെ ഇവ ഉപയോഗിക്കുന്നുണ്ട്. അലൂമിനിയം അലോയുകളിൽ സ്കാൻഡിയം ചേർത്താൽ അവയ്ക്ക് ഉയർന്ന ഊഷ്മാവിനെ അതിജീവിക്കാൻ സാധിക്കും. കൂടാതെ ഭാരക്കുറവും വലിച്ചു നീട്ടാനുള്ള കഴിവും ഇതിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. വിമാനങ്ങളും പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ആയുധങ്ങളും നിർമ്മിക്കാൻ ഇവ അത്യാവശ്യമാണ്. അലൂമിനിയം അടങ്ങിയ ലോഹമിശ്രിതങ്ങൾക്ക് ഈടും ഉറപ്പും നൽകാൻ സ്കാൻഡിയത്തിന് സാധിക്കും. കാർ ബോഡി നിർമ്മാണത്തിനും വിമാനങ്ങളുടെ ബോഡി നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ലേസറുകൾ, LED, സോളാർ സെല്ലുകൾ എന്നിവ നിർമ്മിക്കാനും സ്കാൻഡിയം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ഇലക്ട്രോണിക്സ് ഉപകരണ നിർമ്മാണം, മെറ്റീരിയൽസ് നിർമ്മാണം എന്നിവയിൽ ഒഴിച്ചുകൂടാനാവാത്ത അപൂർവ ധാതുവാണ് ഇട്രിയം. ക്യാൻസർ ചികിത്സയ്ക്കും സ്കാനിംഗ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഇമേജിങ്ങിനും ഇട്രിയം ഉപയോഗിക്കുന്നുണ്ട്.